എല്ലാവരും എൻ്റെ ചുറ്റും പറയണത് നീ കൊണ്ട് വണ്ണം കുറച്ചാൽ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നീ കൊണ്ട് വണ്ണം കുറച്ച് നോക്കാം. ഞാൻ സ്കൂളിലാണ്, ഞാൻ പഠിക്കണം, ഐ വോണ്ട് യു മേക്ക് മീ ഡൂ തിങ്സ് ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിംഗ് മീ ടു ലൂസ് വെയിറ്റ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഈ സീറോ ഫിഗറും എല്ലാവരും ദിസ് ഇസ് എ ബിഗ് ഫാഡ്. ആണുങ്ങളുടെ ഇടയ്ക്ക് ഞാൻ അവരുടെ ബ്രോ ആയിരുന്നു എപ്പോഴും. ആൻഡ് സഡൻലി ഞാൻ ആണുങ്ങളുടെ അടുത്ത് പോകുമ്പോൾ ഞാൻ തിരിച്ച് ആ ബ്രോ പോലത്തെ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ ആൾക്കാർ എന്നെ കാണുന്ന രീതി ഒരു വേറെ രീതിയാണ്. സഡൻലി അവർ ചെയറൊക്കെ വലിക്കണു, എനിക്ക് വേണ്ടി ആഹാരം വാങ്ങിക്കണു, പക്ഷേ ക്യാൻ ഐ ബൈ യു എ ഡ്രിങ്ക്? വേണ്ട. അല്ല ഇതൊക്കെ എന്തിനാണ്, നമ്മൾ ഫ്രണ്ട്സ് അല്ലായിരുന്നോ, പിന്നെ എന്തിനാ ഇങ്ങനത്തെ ഒരു പരിപാടി? സോ ആ പ്രിവിലേജും എനിക്ക് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. ഇറ്റ് ടുക്ക് മീ ഓൾമോസ്റ്റ് എ മന്ത്. എനിക്ക് മനസ്സിലാകാൻ കുറച്ചുകൂടി സൈഡിൽ പോയി നിന്നു. നിങ്ങളുടെ അപ്പിയറൻസ് നിങ്ങളുടെ ഐഡന്റിറ്റിയെ ഇത്രയും ബാധിക്കും. ആൻഡ് പ്ലസ് ദ വേ സമൺ ലുക്സ് അറ്റ് യു സോ ഡിഫറെൻറ്റ്. അവരുടെ ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ സ്ഥലത്ത് മാറും. ആൻഡ് ഇറ്റ് ഇസ് നത്തിങ് ടു ഡു വിത്ത് യുവർ അബിലിറ്റി, ഇറ്റ്സ് ഓൾ ടു ഡു വിത്ത് ഹൗ യു ലുക്ക്. വയനാട്ടിൽ ഏതോ ഒരു കാട്ടിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നിൽക്കുമ്പോൾ ദൂരെ ഇങ്ങനെ ചെടിയുടെ അവിടെ 2 ആൺകുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കോൺവെർസേഷൻ എനിക്ക് കേൾക്കാൻ പറ്റും. ഒരു പയ്യൻ 1 to പയ്യൻ 2 പറയണു, അതാ സിയായുടെ പെൺകുട്ടിയല്ലേ? പറഞ്ഞു അതെ അവൾ തന്നെയാണ്. നമുക്കൊരു ഓട്ടോഗ്രാഫ് ഫോട്ടോ വേണ്ടടാ, നമുക്ക് അവളുടെ ഓട്ടോഗ്രാഫ് ഒന്നും വേണ്ട. പിന്നെ ഇക്കാനെ തേച്ച പെണ്ണിൻ്റെ ആണോ ഓട്ടോഗ്രാഫ് വേണ്ടത്? നടന്നു പോയാ ഓക്കെ, ഞാനെന്ത് പറയാനാണ്. ബട്ട് ദാറ്റ് ഇസ് ലൈക്ക് ഓക്കെ, ദിസ് ഇസ് ക്വൈറ്റ് എഫക്റ്റീവ്. CIA-യിൽ അവരെന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ അവരെന്നോട് പറഞ്ഞു എന്നാ ഉണ്ട് ജോമോനെ എന്നൊക്കെ പറയാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി. ഓഹോ വെരി ഗുഡ്, കുട്ടിക്ക് നല്ല ആക്സെൻ്റ് ആണ്. നമ്മൾ ആക്സെൻ്റ് അല്ല, ഞാൻ ഇതാണ് എൻ്റെ അറിയാവുന്ന മലയാളമാണ് ഞാൻ പറഞ്ഞത്. വെരി ഗുഡ് വെരി ഗുഡ്, കുട്ടി അങ്ങ് ഡബ് ചെയ്താൽ മതി. ദ ഫോർത്തിനൊപ്പം കാർത്തിക മുരളീധരൻ, സ്വാഗതം. ഹലോ. കുറച്ച് നാളുകളായി മലയാളികൾ കാർത്തികയെ കണ്ടിട്ട്. CIAക്ക് ശേഷം, അങ്കിളിന് ശേഷം കാർത്തിക എവിടെ പോയി എന്ന് അറിയില്ല. എവിടെയായിരുന്നു കാർത്തിക? കാർത്തിക ആൾക്കാർ ഉദ്ദേശിക്കുന്ന പോലെ അമേരിക്കയിലല്ല. കാർത്തിക ഇന്ത്യയിൽ തന്നെയാണ്, കേരളത്തിലാണിപ്പം. ഞാൻ CIA അങ്കിളും ചെയ്യണ സമയത്ത് ഞാൻ കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ബാംഗ്ലൂരിൽ ഞാൻ ഡിസൈൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ CIA ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ എൻഡിലാണ് ഞാൻ CIA ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അങ്കിളും ഞാൻ എൻ്റെ തേർഡ് ഇയറിൻ്റെ ഇടയ്ക്കാണ് ഞാൻ അങ്കിൾ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കോളേജിൽ 97% അറ്റൻഡൻസ് ആണ്. എന്ന് പറഞ്ഞാൽ കോളേജ് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഞങ്ങളുടെ ക്രെഡിറ്റ് സിസ്റ്റമിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 1 month ഞാൻ ഉണ്ടാക്കിയെടുത്ത് ഞാൻ പോയി ഷൂട്ട് ചെയ്ത് തിരിച്ചു വരും. പിന്നെ മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ചെയ്ത് സാറ്റർഡേ സൺഡേ പോയി കേരളത്തിൽ പോയി ഡബ് ചെയ്ത് തിരിച്ചു വന്ന് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാനത് ഫുൾ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് 3 years കുഴപ്പമില്ലായിരുന്നു, ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ 4th year ഫൈനൽ ഇയറിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ബിക്കോസ് ഞങ്ങൾക്ക് 2 പ്രോജക്ട്സേ ഉള്ളൂ. ആൻഡ് ദാറ്റ്സ് വാട്ട് ഫുൾ ഫോക്കസ് അതിലാണ് പോകണം. പ്ലസ് 97% അറ്റൻഡൻസ്. അപ്പോൾ ആ ഒരു വർഷം എനിക്കൊന്നും ഒരു പ്രോജക്ട്സും എടുക്കാൻ പറ്റിയില്ല. അതിൽ കുറേ കോൾസ് വന്നു, പക്ഷേ എഡ്യൂക്കേഷൻ തീർക്കണം എന്നാണ് എൻ്റെ ആ സമയത്തുള്ളൊരു ഫോക്കസ്. എനിക്ക് എൻ്റെ ഫാമിലിയുടെ അടുത്തുനിന്ന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് കുട്ടി ഇപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല, ഞാൻ ഡു ഫിലിംസ് ഫോർ a couple of years. അത് കഴിഞ്ഞ് നമുക്ക് എഡ്യൂക്കേഷൻ നോക്കാം, കുഴപ്പമില്ലല്ലോ, ഒരു കരിയർ സ്റ്റാർട്ടായില്ല. പക്ഷെ അത് തീർക്കണം എന്ന് എൻ്റെ നിർബന്ധം കാരണം ഞാൻ പറഞ്ഞു ഇല്ല, ഒരു ഇയറും കൂടെ ഉള്ളൂ. ആ 4th year എൻ്റെ ബാച്ച്മേറ്റ്സിൻ്റെ കൂടെ ഗ്രാജുവേറ്റ് എനിക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. സോ ഐ ഡിസൈഡഡ് ടു കണ്ടിന്യൂ വിത്ത് ദാറ്റ്. അതായിരുന്നു ആ ബ്രേക്ക്. ഐ വാസ് സപ്പോസ് ടു കം ബാക്ക് റൈറ്റ് ആഫ്റ്റർ. പക്ഷേ ആസ് ഡിസൈൻ സ്കൂൾ ആൻഡ് കോളേജ് ഗോസ്, ഞാൻ രാത്രി 3 മണിക്ക് ലേസും പെപ്സിയും കൊക്കോക്കോളയും ഇങ്ങനെ കുടിച്ച് ഒരു കിച്ചണും അങ്ങനെ ഹെൽത്തായിട്ട് ഒരു ബന്ധമില്ലാതെ ഞാൻ 1 year ഞാൻ ജീവിച്ചു. ആൻഡ് സൂൺ I touched 92 kilos. And then it is difficult to become an actress. ആൾക്കാർക്കാകെ ഒരു you don't want to, it's difficult to get a job at that point as an actor. So weight became a very big issue. And then I graduated very happily. ഗ്രാജുവേഷൻ കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ നമ്മൾ ലോക്ക്ഡൗണിലെത്തി. സോ ഇൻ എ വേ ഐ എം വെരി ഗ്ലാഡ് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞത്. പിന്നെ ലോക്ക്ഡൗണിൻ്റെ ഇടയ്ക്ക് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കോളേജ് എക്സ്പീരിയൻസ് അല്ല, ഇറ്റ്സ് നോട്ട് വെരി ഫൺ. എനിക്ക് എൻ്റെ ജൂനിയേഴ്സിന് വേണ്ടി ഭയങ്കരമായിട്ട് ഞാൻ സാഡായിട്ട് ഫീൽ ചെയ്തു, അവർക്കൊരു ഫെയർവെൽ കിട്ടാത്ത കാരണം. ബട്ട് താങ്ക്ഫുള്ളി എൻ്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു. പക്ഷേ ലോക്ക്ഡൗൺ കാരണം ആ 2 yearsൻ്റെ ഇനിയും കൂടുതൽ ഡിലേ ആയി. ബട്ട് ദോസ് 2 years ഗേവ് മീ ദ ടൈം ടു change my lifestyle back to professional. ഞാൻ ഇത്രയും വർഷങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. സോ ഇറ്റ് ബിക്കെയിം അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഇറ്റ്സ് ഓൾ ഓക്കെ, ഈസി ആയിട്ടുള്ളൊരു രീതിയിലായിരുന്നു. സോ ഐ തിങ്ക് ഒരു പ്രൊഫഷണൽ മൈൻഡ് സെറ്റ് ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ആണ്. ഇച്ചിരി ഇനിയും
ഫോക്കസ് ഉണ്ട്, പേർപ്പസ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. ആൻഡ് ദാറ്റ് ഇസ് ഓക്കെ. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറി. ഐ ടേൺ ടു ആയുർവേദ ഫോർ മൈ ബോഡി ബിക്കോസ് കുറേ ഫാറ്റ് ഡയറ്റ്സും കുറേ ജിമ്മിങ്ങും ജ്യൂസിങ്ങും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ചെയ്തു. ഒന്നും വർക്ക് ചെയ്തില്ല എൻ്റെ ബോഡിയിൽ. ആൻഡ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് മോർ ഡിപ്രസിങ്. But then I found Ayurveda and that became a turnover point for me. കാർത്തിക CIAലും ഇവിടെ അങ്കിളിലും ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ ഒട്ടും പ്രൊഫഷണലി ബോഡിയെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നായിരുന്നു ഇപ്പൊ പറഞ്ഞു വെച്ചത്. അപ്പം ഇപ്പോ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിലാണോ ഈ ഒരു ആക്ടിങ് എന്ന് പറയുന്ന ജോബിനെ കാണുന്നത്? അതെ, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ now I'm seeing it as എൻ്റെ പേർപ്പസ് അതിലോട്ട് ഭയങ്കര കൂടുതലായിട്ട് കണക്ട് ചെയ്യണം. ആ സമയത്ത് ബാലൻസ് ആണ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഗ്രേഡ്സും വേണം, കോളേജ് എനിക്ക് അറ്റൻഡൻസും വേണം, ഗ്രേഡ്സും വേണം, അതിൻ്റെ കോഴ്സസ് എനിക്ക്. അപ്പോൾ അങ്കിളിലൊക്കെ സമയത്ത് ഞാൻ ഇങ്ങനെ ബ്രേക്ക് കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് ഫുൾ മാനേജ് ചെയ്യണം. എൻ്റെ ഇടയ്ക്ക് കാറിൽ നിന്ന് ഇറങ്ങി അവർ സെറ്റപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഞാനൊരു മരത്തിൻ്റെ അടിയിൽ പോയിരുന്ന് എൻ്റെ ഡ്രോയിങ്ങിൻ്റെ പേപ്പറൊക്കെ ഞാൻ എഴുതി എൻ്റെ പ്രോജക്റ്റൊക്കെ ചെയ്ത് തിരിച്ചു വന്നിങ്ങനെ ആ ഒരു സ്പേസ് ഭയങ്കര സ്പ്ലിറ്റ് ആണ് ആ സമയത്ത്. അപ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് പ്രഷർ ഓൺ എ ഫിലിം സെറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ഞാൻ ആ സമയത്ത് ഒരു 18-19 ഇയേഴ്സിൻ്റെ ഒരു കോളേജ് സ്റ്റുഡൻറ്റ്. അതല്ലാതെ 40-45 ഇയേഴ്സിൻ്റെ പ്രൊഫഷണൽസ് ആ സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് they run families because of this. And there are not 2-3 people, there are 200 people who run this. So എൻ്റെ മൈൻഡ് സെറ്റ് ആയിട്ട് ആ സമയത്ത് മാച്ച് ചെയ്യണില്ലായിരുന്നു. ഓൾദോ that didn't affect the work, but I know as a professional that I wanted to be easy. അങ്ങനത്തെ ഒരു ഡിസ്പാരിറ്റി വരുമ്പോൾ കുറേ മെൻ്റൽ മാത്സ് ചെയ്യേണ്ടി വരും. ബിക്കോസ് യു ആർ എ സ്റ്റുഡൻറ്റ്, യു ആർ എ പേഴ്സൺ ഓൺ ദിസ് ആൻഡ് യു ഡോണ്ട് നോ ഹൂ യു ഹാവ് ടു ബി, യു ഡോണ്ട് നോ ഇഫ് യു ഷുഡ് ബി നൈസ് ഓർ സ്വീറ്റ് ഓർ കൈൻഡ് ഓർ സ്ട്രിക്റ്റ് ഓർ ഇറ്റ്സ് ജസ്റ്റ് ബിക്കംസ് ഓക്കെ അങ്ങോട്ട് പോകണോ, ഓക്കെ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് എങ്ങനെ, ഓക്കെ whatever you say I will do it. But and that is difficult because that's a lot of things that you're thinking together. And I think now when I say that I'm more professional in the work is because എനിക്കത് ഈസി ആക്കണമായിരുന്നു. നാളെ എനിക്ക് 4 കിലോ കൂടിയാൽ എനിക്കത് ഒരു ടെൻഷൻ അല്ല. അല്ലെങ്കിൽ അത് 4 കിലോ കൂടി എൻ്റെ ദൈവം ഞാനത് ഇങ്ങനെ ചെയ്യണം. ആൻഡ് ദെൻ I have no answers. പിന്നെ ജിമ്മിൽ പോവുക, ആഹാരം നിർത്തുക, വെള്ളം കുടിക്കുക, ആൻഡ് ദാറ്റ്സ് ജസ്റ്റ് സ്ട്രെസ്. ഒരു സോളിഡ് ഐഡിയ എനിക്കില്ലായിരുന്നു, ഒരു പ്ലാൻ ഇല്ലായിരുന്നു എനിക്ക്. സോ ടുഡേ now I know that if a certain scene is not working out, I know what to do. If my body is not in the shape that it should be, I know what to do. If I am stressed on set, I know what to do. And that makes things easier. So that is ആ സമയമാണ് ഞാൻ എനിക്ക് കിട്ടിയ 3.5 years after graduation. That is what I got out of it. So അങ്ങനെ ഒരു ചാൻസ് മിസ്സായോ അതോ ചെയ്യണമായിരുന്നു അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും സ്ട്രോങ് ആയിട്ടില്ലായിരുന്നു. ബിക്കോസ് I could ഇങ്ങനത്തെ രീതിയിൽ ഈ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കറക്റ്റ്. അങ്ങനത്തെ ഒരു സെക്ഷനിൽ എനിക്ക് കൺട്രോൾ കിട്ടാൻ തുടങ്ങി. ആൻഡ് ദാറ്റ് മേക്സ് തിങ്സ് എ ലിറ്റിൽ I automatically seem more professional because of it. Because I know my job. I'm not a child on set. And that makes a difference. ചെറുപ്പം മുതൽ ഈ പറയുന്ന ബോഡിയുടെ പേരിൽ ബോഡി ഷെയ്മിങ് ഒരുപാട് കിട്ടിയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിരുന്നല്ലോ കാർത്തിക. അപ്പം ആ ഒരു സമയത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ബോഡി ഷെയ്മിങ്ങിനെ ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളതിനെ കാര്യം കൂടി കാർത്തിക മനസ്സിലാക്കി. അതിനെ ബോഡിയെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ളതിലും ഒരു വ്യക്തമായ ധാരണയായിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട്. അതുണ്ടാക്കിയെടുത്തത് എങ്ങനെ ശരിക്കും? ബോഡി ഷേമിങ്, യെസ്, അതൊരു വലിയൊരു കോൺസെപ്റ്റായി മാറിയിരിക്കുകയാണ്. Now everyone talks about it that being fat is not bad and being too thin is not bad. But I think more than anything it is about your mind. ഞങ്ങൾ നമ്മുടെ ഐഡൻറ്റിറ്റീനെ നമ്മുടെ അപ്പിയറൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇഫ് ടുമോറോ ബിക്കോസ് I was 90 kilos I felt like a different person. And now when I become 60 kilos I feel like a different person. And it's not about how the weight is on my body and എൻ്റെ agility, എൻ്റെ ability, എനിക്ക് ഓടാൻ പറ്റും, അങ്ങനത്തെ ഒരു ഡിഫറൻസ് അല്ല. പക്ഷെ ഞാൻ എന്നെ കാണുന്ന രീതി മാറുന്നു because of how my body is shaped. And that is a little weird because who I am is still the same no matter what shape and size I am in. So ആ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ബോദർ ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എൻ്റെ മുമ്പിൽ ബിക്കോസ് ഷീ ഈസ് തിൻ there's that ഒരു ഹൈറാർക്കി ഉണ്ട് ഓട്ടോമാറ്റിക്കലി. ഞാൻ എൻ്റെ വണ്ണം കൂടുതലായ കാരണം ഞാൻ ഒരു ലെവൽ ലോ ആണ് ഫോർ സം റീസൺ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ദിസ് ഇസ് why am I a smaller person because എൻ്റെ വെയിറ്റ് കൂടുതലാണ്.
You know, and there is no hierarchy in terms of that. My identity is very separate to what my body looks like. പക്ഷേ നമ്മൾ ഓട്ടോമാറ്റിക്കലി പണ്ട് തൊട്ട് അതൊരു ഇൻഗ്രീൻഡ് സാധനമാണ്. I don't know if it is about being a woman, I don't know if it is about the society. In general, in every society, not just India, every society, your appearance is a very big issue to who you are. And I was getting tired of that. It was getting very bothersome because ഞാൻ ചെറുപ്പത്തിൽ എനിക്കറിയായിരുന്നു ഞാനൊരു നോർത്ത് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഞാനൊരു സൗത്ത് ഇന്ത്യൻ ആണ്. എൻ്റെ തലമുടിയിൽ എണ്ണയുണ്ട്. I have, you know, we have thick hair, so you know I have hair on my body. I still have hair on my body, which I really like, which I have no problems with. But you know, I have oil in my hair, I have hair on my body, I have joint eyebrows, I have a little bit of motion. You know, it's, you know that she's a South Indian, and adinte oru madrasi nanu eppudu njan kore kettittundu. That's because they are unaware of it. But anganathe oru situation la I was not the most popular kid, and for me my identity at that point enike endana റിവെഞ്ച് വഴിയും ആകാം. ബിക്കോസ് എല്ലാവരും എൻ്റെ ചുറ്റും പറയണത് നീ കൊണ്ട് വണ്ണം കുറച്ചാൽ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നീ കൊണ്ട് വണ്ണം കുറച്ച് നോക്കാം. വാട്ട് ഇസ് ദിസ്? ഞാൻ സ്കൂളിലാണ്, ഞാൻ പഠിക്കണം. ഐ വോണ്ട് യു മേക്ക് മീ ഡു തിങ്സ് ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിംഗ് മീ ടു ലൂസ് വെയിറ്റ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഈ സീറോ ഫിഗറും എല്ലാവരും, ദിസ് ഇസ് എ ബിഗ് ഫാഡ്. And in the middle of that, I realized that, you know, kids in my class, and we are in 6th standard, 7th standard, no one's going to a gym, no one's dieting. നിങ്ങളുടെ റെഗുലർ ബോഡി ഷേപ്പാണ്. നിങ്ങൾ ആരും ആ സമയത്ത് നിങ്ങൾക്ക് ഈ ബോഡി ഷേപ്പിൻ്റെ പ്രഷർ അല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പഠിപ്പ് വിട്ട് ജിമ്മിൽ പോകാൻ ഒരു വഴിയില്ല ആ സമയത്ത്. ബട്ട് യു സ്റ്റിൽ ടേക്ക് ദ സ്ട്രെസ്, ആൻഡ് ദ കിഡ്സ് സ്റ്റിൽ ഗിവ് യു സ്ട്രെസ് ദാറ്റ് ഓ നിന്റെ വണ്ണം കൂടുതലാണ്. ആൻഡ് at that point I decided that my identity is going to be something else. So I started doing theatre, I started writing, I started singing, I started swimming and dancing, and I became this person who used to do everything and anything. Adande superpower I mari. So I had inbuilt rhythm because of that. I can understand things because of that, and that became my identity. That I might not be the prettiest looking person, I might not be the fittest person, but I can do things which other people can't do. And that became my main focus. And suddenly, quite honestly, ee ayurveda cheyidu kazhinju njan, once I became thin, or if I may call it thin, pretty privilege came. എനിക്ക് ഒട്ടും പണ്ട് ഇല്ലാത്തൊരു സാധനമായിരുന്നു പ്രിറ്റി പ്രിവിലേജ്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രിറ്റി പ്രിവിലേജ് is when you walk into a place, because your pretty things are easy to get, you know. Suddenly you get a table, suddenly the waiter is nice to you, and suddenly every boy is looking at you, and you're like, oh, it is easy. Everything is easy. Someone's opening the door, it's like, oh, ഇതൊക്കെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും കാണാത്തൊരു സാധനം. ഇത്രയും ചേഞ്ചസ് ഉണ്ടാകും. And I was like, oh wow, this is a lot of privilege. And ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഐ ആം ദ ബഡി. ആണുങ്ങളുടെ ഇടയ്ക്ക് ഞാൻ അവരുടെ ബ്രോ ആയിരുന്നു എപ്പോഴും. ആൻഡ് സഡൻലി ഞാൻ ആണുങ്ങളുടെ അടുത്ത് പോകുമ്പോൾ ഞാൻ ആ തിരിച്ച് ആ ബ്രോ പോലത്തെ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ ആൾക്കാർ എന്നെ കാണുന്ന രീതി ഒരു വേറെ രീതിയാണ്. സഡൻലി അവർ ചെയറൊക്കെ വലിക്കണു, എനിക്ക് വേണ്ടി ആഹാരം വാങ്ങിക്കണു. can I buy you a drink? വേണ്ട. അല്ല ഇതൊക്കെ എന്തിനാണ്? നമ്മൾ ഫ്രണ്ട്സ് അല്ലായിരുന്നോ, പിന്നെ എന്തിനാ ഇങ്ങനത്തെ ഒരു പരിപാടി? സോ ആ പ്രിവിലേജും എനിക്ക്, it was difficult. It took me almost a month. എനിക്ക് മനസ്സിലാകാൻ കുറച്ചു നേരം സൈഡിൽ പോയി നിന്നു. എനിക്ക് മനസ്സിലാണില്ല, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്, ബിക്കോസ് എൻ്റെ ബിഹേവിയർ ടു അനദർ പേഴ്സൺ വാസ് നെവർ ഓൺ ദാറ്റ് ബേസിസ്. ഇതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ആൾക്കാർ എന്നെ എപ്പോഴും ഓൾവേസ് നീ ഒരു സിസ്റ്റർ ആണ്, നീ എൻ്റെ ബ്രോ ആണ്. അപ്പൊ ഞാനൊരു ബ്രോ രീതിയിലാണ്, കുഴപ്പമില്ല, ഞാനൊരു ആൺകുട്ടിയെ പോലെയാണ് വളർന്നത്. അപ്പോഴും ഇപ്പോഴും അങ്ങനത്തെ ഒരു രീതിയാണ്. So suddenly this privilege also confused me. So it's funny how ningade appearance, ningade identity ithram baadikkum, and plus the way someone looks at you is so different. Avരുടെ treatment ningade salathu maarum, and it has nothing to do with your ability. It's all to do with how you look. And it's a weird flux, it's a weird thing in your head. ഈ ഒരു സംഭവം ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽഡാണ് ആക്ടിങ്, സിനിമ. അപ്പൊ ഇപ്പോ കാർത്തിക വീണ്ടും ഇങ്ങനെ കേരളത്തിലെ ഓഡിയൻസിന് മുന്നിൽ വരാൻ കാരണം തമിഴിലൊരു മൂവി വരുന്നുണ്ട്, മറ്റൊരു ഭാഷയിൽ കൂടി ഒരു മൂവി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഇൻഡസ്ട്രിയും മലയാളത്തെക്കാൾ കൂടുതൽ അപ്പിയറൻസ്, ഹീറോയിൻസിനെ എങ്ങനെ കാണണം എന്നുള്ളതിൽ കുറച്ചും കൂടി പാറ്റേണൈസ് ആയിട്ടുള്ള ഒരു രണ്ട് ഇൻഡസ്ട്രികളാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എന്താ തോന്നുന്നത്, ഇൻഡസ്ട്രിയിലേക്ക് തുടർന്ന് നിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണല്ലോ. ഐ തിങ്ക് വൺസ് ദിസ് എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവ്, ആൾക്കാരുടെ എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവ് എനിക്ക് ഒരു പ്രാവശ്യം മനസ്സിലായി, അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ റിയലൈസ്ഡ്
എൻ്റെ ഐഡൻറ്റിറ്റി ഇതിന് ഞാൻ മാറ്റണം. ആസ് എൻ ആക്ടർ എക്സ്റ്റേണൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പീപ്പിൾ ആർ ഓൾവേസ് സീയിങ് തിങ്സ് അബൌട്ട് യു. ഇന്ന് ഞാൻ എങ്ങനെ വരുന്നോ അതിൽ പേരിലും രണ്ടാൾക്കാർക്ക് എന്തോ ഒക്കെ കാണും പറയാൻ. ആൻഡ് യു കാൺട്ട് യുനോ. ഇപ്പോഴും എനിക്ക് ആൾക്കാർ എന്നെ മെസ്സേജ് അയക്കും, വണ്ണം കുറയ്ക്കണ്ടായിരുന്നു ചേച്ചി, അപ്പൊ കാണാനായിരുന്നു ബെറ്റർ. വണ്ണം ഉള്ള സമയത്ത് ഇങ്ങനത്തെ ഒറ്റ മെസ്സേജ് എനിക്ക് വന്നിട്ടില്ല. അതും ഇങ്ങനത്തെ വണ്ണം അപ്രീഷിയേറ്റ് ചെയ്യുന്ന മെസ്സേജ് വേറെ രീതിയാണ്, അവരുടെ അപ്രീസിയേഷൻ നമുക്ക് വേണ്ട. ബട്ട് ഇറ്റ്സ് അബൌട്ട് ദ മൈൻഡ്. അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ അപ്പിയറൻസിന് മാറ്റണം. അത് നിങ്ങൾ തന്നെ വർക്ക് ചെയ്യേണ്ട സാധനമാണ്. ആൻഡ് അറ്റ് വാട്ട് എവർ ഏജ് യു ആർ 5, 10, 25, 40, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഈ ഒരു ആസ്പെക്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഇത് മനസ്സിലാക്കി അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ കോൺസ്റ്റന്റ്ലി ആ സൊസൈറ്റിയും, ബി ഇറ്റ് ഫിലിം ഇൻഡസ്ട്രി, ബി ഇറ്റ് എനി ഇൻഡസ്ട്രി, യു വിൽ ഗെറ്റ് സ്റ്റക്ക് ഇൻ ദാറ്റ്. ആൻഡ് വൈ ആർ യു ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ വാട്ട് people are looking at you as ഒരു external point of view നിങ്ങൾ നിങ്ങളുടെ full ലൈഫിന്റെ മീനിങ് മാറ്റുവാണ്. And it doesn't matter what job you're doing. What matters is your identity. What matters is what you're capable of. And that's the only thing you need to work for. Break down the logic of all of this for you separately. But നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ ബോഡി ആയിട്ട്, no matter what your job, it's so today when someone comes and says that ഈ ഫിലിമിന് വേണ്ടി കുറച്ച് വണ്ണം കുറയ്ക്കണം, ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. നേരത്തെ എനിക്കത് ഭയങ്കര പേഴ്സണലി ആയിട്ട് തോന്നുമായിരുന്നു, ദാറ്റ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്. ഞാൻ വണ്ണം കുറയ്ക്കുമായിരുന്നെങ്കിൽ ഐ വുഡ് ഹവ് ബിൻ ബെറ്റർ. ആ ഒരു ഫീലിംഗ് ഇപ്പം ഇല്ല എനിക്ക്. ആൻഡ് that is the gap which I'm glad that I have today. Because if today someone comes and tells me you need to lose weight for this project, ഞാൻ അത് ഭയങ്കര ഒബ്ജക്റ്റീവ്ലി ആയിട്ട് കാണുന്നു. ഓക്കെ ശരി, മേ ബി യുനോ ഇപ്പം എൻ്റെ തെലുങ്ക് പടത്തിന് വേണ്ടി ലൈക്ക് യു മേ ബി ഹാവ് ടു, എനിക്ക് എൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുറച്ച് വണ്ണം വെക്കണം. കുഴപ്പമില്ല, ദാറ്റ്സ് ദ ജോബ്, സോ യു ഹാവ് ടു ഡു ഇറ്റ്. ബട്ട് ദെൻ അഗൈൻ യുനോ, ദെൻ ഇൻ ദാറ്റ് ഫിലിം I'm an adventurous person. I go cycling, I go hiking, I go running, and it's like, okay, the character is a person like this, so she requires to be like this, and that's okay. That's because it's my job. If I have to go to office at 6 o'clock, I have to go to office at 6 o'clock. It's the same logic. It's not personal anymore. ദുൽഖറിന്റെ നായികയായിട്ട് ഒരു ഹീറോയിൻ വരുമ്പോൾ, ഫ്രഷ് ഫേസ് വരുമ്പോൾ ഓഡിയൻസിന് ഒരുപാട് ടിപ്പിക്കലി ഉള്ള കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? It was very obvious that I was very young. 18 years is very visible. ആ ഒരു certain innocence ഉണ്ടായിരുന്നു ആ ഫേസിൽ ആ സമയത്ത്. ആ ഒരു ബേബി ഫാറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ആൻഡ് അങ്ങനെ എനിക്ക് ബോഡി ആയിട്ട് ആ സമയത്ത് അത്രയും കൂടുതൽ ഞാൻ കേട്ടില്ല. CIA കഴിഞ്ഞ് കൂടുതലായിട്ട് എനിക്ക് റെസ്പോൺസ് കിട്ടിയ തേപ്പുകാരിനെ കുറച്ച് ആണ്. വേറെ ഒന്നും ആൾക്കാർക്ക് അത്രയായിട്ട് ബോദർ ചെയ്തില്ല. അതർ ദാൻ ദ ഫാക്ട് ദാറ്റ് ഞാൻ അമേരിക്ക വരെ എത്തിയ ദുൽഖർ സൽമാനെ തേച്ചു പോയി എന്നാണ് കേരളത്തിൻ്റെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തത്. അത് ഞാൻ കുറേ കേട്ടു, അതിനുവേണ്ടി കുറേ അപ്പോളജീസും കൊടുക്കേണ്ടി വന്നു. മോളിലൊക്കെ എന്നെ നിർത്തിയിട്ടുണ്ട്, ചേച്ചി ചെയ്തത് ശരിയല്ല, ഞങ്ങളുടെ ഒക്കെയുടെ കൂടെ ചെയ്തത് ശരിയല്ല, സോറി. അത് ഫണ്ണായിട്ടാണോ അതോ? അല്ല, അവർ ഞാൻ ആദ്യമൊക്കെ ഞാൻ ചിന്തിച്ചു ഇറ്റ്സ് ഓക്കെ, ഇതൊരു യുനോ ഫിലിം വേൾഡാണ്, ആൾക്കാർക്ക് ദേ ലൈക്ക് ദ ഫാന്റസി. ഐ ഡോണ്ട് നോ, ഈ ഒരു പോയിന്റ് വരെ ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആയി. ബിക്കോസ് പീപ്പിൾ വർ റൂഡ്, ദേ ഡിഡ്ന്റ് ലൈക്ക് ദ ഫാക്ട് ദാറ്റ് ഞാനിങ്ങനെ ചെയ്തു. എന്നെ ചൂണ്ടിയൊക്കെ മോളിലൊക്കെ പിടിച്ചു നിന്ന് ചേച്ചി ചെയ്ത ശരിയല്ല, ഞങ്ങളുടെ ഒക്കെയുടെ ശരിയല്ല എന്ന് പറഞ്ഞ് നടന്നങ്ങ് പോകും. ഓക്കെ, സോറി, ഐ എം സോറി. അങ്കിളുടെ ഷൂട്ടിന്റെ സമയത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഏതോ വയനാട്ടിൽ ഏതോ ഒരു കാട്ടിന്റെ ഇടയ്ക്ക് ഞങ്ങൾ നിൽക്കുമ്പോൾ, ഞാൻ ഈ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ സ്പോട്ടിൽ നിൽക്കുകയാണ് സീൻ തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ദൂരെ ഇങ്ങനെ ചെടിയുടെ അവിടെ 2 ആൺകുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ കോൺവെർസേഷൻ എനിക്ക് കേൾക്കാൻ പറ്റും. ഒരു പയ്യൻ 1 to പയ്യൻ 2 പറയണു, അതാ സിയായുടെ പെൺകുട്ടിയല്ലേ? പറഞ്ഞു അതെ, അവൾ തന്നെയാണ്. നമുക്കൊരു ഓട്ടോഗ്രാഫ് ഫോട്ടോ വേണ്ടടാ, നമുക്ക് അവളുടെ ഓട്ടോഗ്രാഫ് ഒന്നും വേണ്ട. പിന്നെ ഇക്കാനെ തേച്ച പെണ്ണിൻ്റെ ആണോ ഓട്ടോഗ്രാഫ് വേണ്ടത്? നടന്നു പോയി. ഓക്കെ, ഞാനെന്ത് പറയാനാണ്? ബട്ട് ദാറ്റ് ഈസ് ഓക്കെ, ദിസ് ഇസ് ക്വൈറ്റ് എഫക്റ്റീവ്. ഒരു ഫസ്റ്റ് ഫിലിമിൽ അങ്ങനത്തെ ഒരു റെസ്പോൺസ് കിട്ടുക, ഇൻ എ വേ ഇറ്റ് ഇസ് വെരി ഗുഡ് ഓൾസോ, ബിക്കോസ് അത്ര എഫക്റ്റീവ് ആയിരുന്നു. And people remember me because of that. Okay, fine, you might not like me for what I did to Dulquer, and I assure you Dulquer is very happy. But he does not need me in his life to be happy.
But people remember me because of it, and I became the Tepugari, which is also great. Any publicity is, in this case, good for my case. അച്ഛൻ ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരാളാണല്ലോ, ഒരുപാട് വർക്കുകൾ ചെയ്ത് ഫെമിലർ ആയി നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണോ ശരിക്കും കാർത്തിക ഒരു നടിയായി തുടങ്ങുന്നത്? ഫോർ ഷുവർ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാകണ എനിക്ക് ഒരു വലിയ പ്രിവിലേജാണ്. ബട്ട് അച്ഛൻ അങ്ങനെ പോയി എനിക്ക് വേണ്ടി ആൾക്കാരുടെ അടുത്ത് എൻ്റെ ഫോട്ടോ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫിലിം വാങ്ങിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിക്ക് അച്ഛൻ, ഞാൻ ചോദിച്ചിട്ടുണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്യുമോ, അച്ഛൻ പറഞ്ഞു എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞു. ബട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പേരൻറ്റ് ഉണ്ടാകുന്ന ഒരു വലിയ പ്രിവിലേജാണ്. ബിക്കോസ് നോളജ് വൈസ് ഒരു വലിയ പ്രിവിലേജാണ്. ഐ ഗെറ്റ് ടു നോ അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ്. സെറ്റ് പണ്ട് തൊട്ടേ സെറ്റിൽ പോയിരിക്കണ കാരണം കുറേ ആസ്പെക്ട്സ് അതിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ആ ഒരു എൻവയറമെൻറ്റ് ഭയങ്കര ഏലിയൻ ആയിട്ടോ ഭയങ്കര എക്സ്ട്രാ ആയിട്ടോ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇറ്റ് ഈസ് ഓൾവേസ് സംതിങ് ദാറ്റ് ഒരു ഫാൻറ്റസി വേൾഡ് ക്രിയേഷൻ പണ്ട് തൊട്ടേ കാണുന്ന കാരണം എനിക്കും ഇതിൻ്റെ ഒരു പാട്ടാകണം എന്ന് ആ ഒരു എന്താ പറയണം, ആ കോൺഫിഡൻസ് ഉണ്ട്, ആ ഒരു വോണ്ട് ഉണ്ട് ആ സമയത്ത്. അല്ലെങ്കിൽ ഇപ്പം എന്നെ നാളെ ഒരു ഷിപ്പിൽ പോയി കയറ്റിയാൽ എനിക്ക് പേടിയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് ഒരിക്കലും വരില്ല, ഇതൊരു unreachable, unattainable സാധനമായിട്ട് തോന്നും. ബട്ട് ബിക്കോസ് ഓഫ് ഹിം ബീങ് ഇൻ ദ ഇൻഡസ്ട്രി, സെറ്റ് ആൻഡ് സിനിമ ആൻഡ് എവറിഥിങ് വാസ് സംതിങ് വിച്ച് വാസ് ആക്സസിബിൾ. അതുമല്ലാതെ പണ്ട് തൊട്ട് പടങ്ങൾ കാണുന്നത് നമ്മൾ ഒരിക്കലും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല. നമ്മളിപ്പോഴും പടം കാണുന്ന അതിന് ഒരു ദർ ഇസ് എ സയൻസ് ബിഹൈൻഡ് ഇറ്റ്, ദർ ഇസ് ആർട്ട് ബിഹൈൻഡ് ഇറ്റ്, ദർ ഇസ് ക്രാഫ്റ്റ് ബിഹൈൻഡ് ഇറ്റ്. അതെപ്പോഴും ഒരു റെസ്പെക്റ്റോടെയാണ് നമ്മൾ എല്ലാ പടവും കാണുന്നത്. whatever kind of film it is, entertainment, horror, funny, whatever it is, ആ ഒരു റെസ്പെക്റ്റോടെയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ആൻഡ് വി ഓൾവേസ് ട്രൈ ടു ഫൈൻഡ് everyone's craft in it. You focus on the actor's craft, you focus on the director's craft, you focus on the music, you focus on the edit, you focus on art. So അങ്ങനത്തെ എല്ലാ ആസ്പെക്റ്റും റെസ്പെക്റ്റ് ചെയ്യാൻ എനിക്ക് പണ്ട് തൊട്ട് എനിക്കും എൻ്റെ ബ്രദറിനും ആകാശിനും വി ഓൾവേസ് ബിൻ കിഡ്സ് ലൈക്ക് ദാറ്റ്, ബിക്കോസ് വി ഓൾവേസ് വാച്ച്ഡ് മൂവീസ് ലൈക്ക് ദാറ്റ്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ വണ്ടി തിരിച്ചു വരുമ്പോൾ ആ ഒരു മണിക്കൂറിൻ്റെ ഡ്രൈവ് ഡിസ്കഷനാണ് ആ പടത്തിനെ പറ്റി. എന്ത് വർക്ക് ചെയ്തില്ല, എന്ത് വർക്ക് ചെയ്തു, എന്തിനാണ് അത് വർക്ക് ചെയ്തത്, വാട്ട് ആസ്പെക്ട് ഡിഡ് യു ലൈക്ക്, ഏത് ക്യാരക്ടറാണ് നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തത്. സോ ലാക്ക് ആൻഡ് പ്രോ എല്ലാം നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യും. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് എ പ്രിവിലേജ്. ബിക്കോസ് ടുഡേ വെൻ എൻ്റെ സിനിമയെക്കുറിച്ച് എൻ്റെ ഡയലോഗ് ആൻഡ് അതിൻ്റെ ഒരു പാഷൻ, ആ ഡയറക്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അച്ഛൻ കാരനാണ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ടുഡേ I respect every aspect of cinema. I understand everyone's job on a set. It's not that ഞാൻ ആക്ട്രസ് ആകാൻ ഞാൻ പ്രൈമാണ്, അതിങ്ങനത്തെ ഒരു ഇതില്ല. I understand that I'm a very small part in the making of a film. I have very little control when it comes to making a film. I'm a very small part of a film. There are 200 other people. There are so many more departments in a film. And I think that is something which happened because of my father. 6 months ഉള്ളപ്പോൾ കേരളത്തിൽ നിന്ന് വിട്ട് ബോംബെയിൽ പോയ ആളാണല്ലോ. അപ്പം ആ സമയം തൊട്ട് പിന്നെ 19 വയസ്സ് വരെ ബോംബെയിൽ തന്നെ ഉണ്ടായിരുന്നു. അതെ, 18 years. എന്നിട്ടും മലയാളം നന്നായി സംസാരിക്കുന്നുണ്ട്. അച്ഛൻ നന്നായി മലയാളം സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഉണ്ട്. എൻ്റെ അച്ഛന് മലയാളത്തിലെ MA ആണ്. സോ ഹി ഈസ് വെരി ഗുഡ് വിത്ത് ഹിസ് വൊക്കാബുലറി. എനിക്കൊന്നും മനസ്സിലാകാറില്ല. CIA അവരെന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ അവരെന്നോട് പറഞ്ഞു, എന്നാ ഉണ്ട് ജോമോനെ എന്നൊക്കെ പറയാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി. ഓഹോ വെരി ഗുഡ്, കുട്ടിക്ക് നല്ല ആക്സെൻ്റ് ആണ്. നമ്മൾ ആക്സെൻ്റ് അല്ല, ഇതാണ് എൻ്റെ എനിക്ക് അറിയാവുന്ന മലയാളമാണ് ഞാൻ പറഞ്ഞത്. വെരി ഗുഡ് വെരി ഗുഡ്, കുട്ടി ഒന്ന് ഡബ് ചെയ്താൽ മതി. ഇറ്റ് വാസ് ദാറ്റ് ബാഡ്. ദാറ്റ്സ് ഹൗ NRI I sounded, though I'm not an NRI. ബട്ട് ആഫ്റ്റർ CI ആണ് ഞാൻ കുറച്ച് എൻ്റെ മലയാളം ഞാൻ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. സോ നാ ഒരു സെൻസിൻ്റെ വൊക്കാബുലറി ഉണ്ട്, എനിക്ക് വേർഡ്സ് അറിയാം, കറക്റ്റ് വേർഡ്സ് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ആക്സെൻറ്റ് ഇച്ചിരി ഇനിയും കുറച്ച് മിക്സ് ആണ് ഇപ്പോൾ, ബിക്കോസ് ദർ ഇസ് എ വെരി ബിഗ് ഇൻഫ്ലുവൻസ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ആൻഡ് മലയാളം. ഇപ്പോൾ തെലുങ്ക് പഠിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു മിക്സ് ഉണ്ട്, വിച്ച് ഇസ് ഗുഡ്. ആൻഡ് ഐ എം ഗെസ്സിങ് ഇനിയും ബെറ്റർ ആയിക്കൊണ്ട് വരും. ബെറ്റർ ആയിട്ടേ ഉള്ളൂ. സോ ഫാർ എവറി ഇയർ ഐ ഗെറ്റ് എ ലിറ്റിൽ ബെറ്റർ. സോ ദാറ്റ്സ് ഗുഡ്. അച്ഛൻ ബോളിവുഡിൽ മുന്നാബായി PK പോലുള്ള സിനിമകളുടെ DOP ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് നിൽക്കുന്ന ആളിൽ നിന്ന് മകള് മലയാള സിനിമയിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്തത്. Why not? കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എടുക്കണം. And that's what matters. I think there is no other reason for that. It's whatever opportunity you get, you should take it. There's no point of. ആദ്യമായി കിട്ടിയ അവസരം മലയാളത്തിലായിരുന്നു. Yes.
അതിന് and that also happened very funnily. അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ഒരു ജേർണലിസ്റ്റ് ഷാജി അങ്കിൾ, ഹി വാസ് ഇൻ്റർവ്യൂയിങ് പപ്പ. ആൻഡ് ആ സമയത്താണ് എന്നോട്, എനിക്ക് ദുൽഖർ സൽമാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. ആൻഡ് ദെൻ ഹി കെയിം ആൻഡ് ടോൾഡ് മീ, കുട്ടിക്ക് ഒരു ആക്ടർ ആകാൻ പറ്റില്ല. ഇത് പണ്ട് തൊട്ട് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സിൻസ് ഐ വാസ് എ ചൈൽഡ്, അച്ഛൻ ബോളിവുഡിലായ കാരണം എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ പഠിപ്പും വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല, നീ ഒരു ആക്ടർ ആയാൽ മതി, നീ ഒരു ആക്ടർ ആകാം, അത് കഴിഞ്ഞാൽ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഞാൻ ആ സമയത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറും പൊളിറ്റിക്കൽ സയൻസ് ഡബിൾ മേജേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അപ്പോഴും എൻ്റെ കുറേ ആൺസും എൻ്റെ കുറേ ആൾക്കാർ ചുമ്മാ പറയും, നീ എന്തിനാ ഇതൊക്കെ ചെയ്തത്, എനിക്ക് ഒരു ജേർണലിസ്റ്റ് ആകണേ, ഐ വാണ്ടഡ് ടു റൈറ്റ്. ആൻഡ് ദേ ആർ ജസ്റ്റ് ലൈക്ക്, വൈ യു ആർ ഡൂയിങ് ഓൾ ഓഫ് ദിസ്, നീ ഒരു ആക്ടർ ആയിക്കും, പിന്നെ നീ ABCD എഴുതിയാലും ആൾക്കാർ വാങ്ങിക്കും, നീ എന്ത് ചെയ്താലും ആൾക്കാർ വാങ്ങിക്കും, നീ ഒരു ആക്ടർ ആകാം, അത് കഴിഞ്ഞ് നിനക്ക് ഒരു വാല്യൂ ഉണ്ട്. What is this? ആ വാല്യൂ എന്താ, എൻ്റെ അച്ഛൻ ബോളിവുഡ് ആയ കാരണം എനിക്ക് വാല്യൂ ഉണ്ട്. സോ ദാറ്റ്സ് നോട്ട് അലൗഡ്. എൻ്റെ വാല്യൂ എനിക്ക് വേണം, ഞാൻ ഉണ്ടാക്കിയെടുക്കും. വാട്ട് ഡു യു മീൻ, നീ പഠിക്കുമെന്ന് വേണ്ട, നീ ഇത് ചെയ്താൽ മതി, പിന്നെ നീ എന്ത് ചെയ്യണമെങ്കിലും ചെയ്താൽ അത് ഫേമസ് ആകും. It's like, you have no trust in my ability to do anything. That's why you are telling me ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് അപ്പിൽ നിങ്ങൾ കയറി പോകാൻ വേണ്ടി. സോ ആ സമയത്ത് ഐ ഗോട്ട് മോർ ഒരു റിവെഞ്ച് മോഡ്. ആൻഡ് clearly, the more I look into my past, I realize the minute someone says you can't do it, it becomes I will show you. And then I start doing it. അപ്പോൾ ഈ ആക്ടർ അല്ലായിരുന്നെങ്കിൽ സിനിമയിൽ ഏത് ഏരിയയിലായിരിക്കും ഈ പറയുന്ന റൈറ്റർ? I don't know. I would love to direct at some point. Even now, it is something I still like writing. And I think it's because പണ്ടോട്ടെ സിനിമ ഒരു ഫാൻറ്റസി വേൾഡിൽ എല്ലാ പോസിബിലിറ്റീസ് ഉള്ള കാണുമ്പോൾ നമ്മുടെ ഒരു ഫാൻറ്റസി ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പണ്ട് തൊട്ടേ. സോ ഇറ്റ്സ് ഓൾവേസ് ബിൻ ഇൻ ദാറ്റ് സോൺ. അപ്പോൾ ഞാൻ ഇപ്പോഴും ഒരു സ്റ്റോറി കാണുവാണെങ്കിൽ എനിക്ക് ഓൾവേസ് അതൊരു വിഷ്വൽ മീഡിയമിലാണ് ഞാൻ അത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്യണത്. അപ്പോൾ ഒരു പ്രോബ്ലം കാണുവാണെങ്കിൽ അതിനൊരു സ്റ്റോറി ആക്കി മാറ്റി അതൊരു വിഷ്വൽ ഫോർമാറ്റിലാക്കി, അത് ഈതർ സ്റ്റേജിലായിരിക്കും അതല്ലെങ്കിൽ ഒരു ഫിലിമായിരിക്കും, ഒരു ഷോർട്ട് ഫിലിം ആയിരിക്കും. അങ്ങനെയാണ് എൻ്റെ ബ്രെയിൻ ട്രാൻസ്ലേറ്റ് ചെയ്യണ ആ രീതിയിലാണ്. സോ ഇഫ് നോട്ട് ദാറ്റ്, ഐ വുഡ് പ്രോബബ്ലി എൻഡ് അപ്പ് even now ഉള്ള ഗ്യാപ്പിൽ ഞാൻ ബോംബെയിൽ ഐ വാസ് AD. ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ് കുറച്ച് സമയത്ത് വേണ്ടി. സോ ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻ. സോ ആ സമയത്ത് ഞാൻ ഒരു വാനിൻ്റെ പുറത്ത് ഞാൻ നിന്നിട്ടുണ്ട് ഒരു 45 minutes. ആർട്ടിസ്റ്റ് ഇറങ്ങണം, അത് വാട്ടർമെലൺ കട്ട് ചെയ്ത് പോകണു, വെള്ളം പോകണു, ആൾക്കാർ വെയിറ്റ് ചെയ്യണു, ആർട്ടിസ്റ്റ് 2 മണിക്കൂർ ലേറ്റ് ആണോ, ഓക്കെ ശരി, നമ്മളവിടെ നിൽക്കണു, സർ പ്ലീസ് ടൈമായി കുറച്ച് ഫാസ്റ്റ് ആകുവാണെങ്കിൽ. So I did ADing. So I think my other direction, obviously, if this career doesn't work out, it's not like I will leave film. Film is what makes sense to me. So if this doesn't work out, I will still go into something which ends up making film. ഒരു മെയിൽ ഡോമിനേറ്റിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു കൾച്ചർ നമുക്കിവിടെ ഉണ്ട്. അത് സിനിമയ്ക്ക് മാത്രമല്ല ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഈ എന്താണ് ഏറ്റവും ഹെയ്റ്റ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചപ്പം കാർത്തിക് ഒരിക്കൽ പറഞ്ഞ ഉത്തരം ഞാൻ ഓർക്കുന്നുണ്ട്. എന്താ, മെയിൽ ഷോവിനിസം, അങ്ങനത്തെ അത്തരം ആളുകളെയാണ് എനിക്ക് ഏറ്റവും വെറുപ്പ് എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനൊരു തോന്നൽ വരാൻ കാര്യം? അങ്ങനെ തോന്നാതെ ഇരിക്കാൻ പറ്റുമോ? എന്തായിരിക്കും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക? പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇൻ കേരള ഇൻ ജനറൽ, ലൈക്ക് ഞാൻ ബോംബെയിൽ there is a certain amount of freedom that I was used to. ആൻഡ് വൈകുന്നേരം രാത്രി ആകുമ്പോൾ ഒരു 9 o'clock 9:30 വരെ നിങ്ങൾക്ക് താഴെ കളിക്കാം. ആൻഡ് ദർ ഓൾ ഗേൾസ് ആൻഡ് ബോയ്സ്. എനിക്ക് കൂടുതലായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ ആണുങ്ങളാണ്. ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് 2 പെണ്ണുങ്ങളാണ്. ബട്ട് അതർവൈസ് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിലൊക്കെ എനിക്ക് കൂടുതൽ ആണുങ്ങളുടെ കൗണ്ടാണ്. ആൻഡ് ഫോർ മീ ദേ ഓൾവേസ് ലുക്ക്ഡ് അറ്റ് മീ ആസ് ദർ ഈക്വൽ. ദാറ്റ്സ് വൈ ഐ എം എ ബ്രോ. അതാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ ബ്രോ ആയി മാറിയത്. ബട്ട് ആ ഒരു ഫ്രീഡം ഭയങ്കര യൂസ്ഡ് ആയിരുന്നു എനിക്ക്. യു കുഡ് വെയർ പാൻസ് ആൻഡ് ഷർട്ട് ആൻഡ് വോട്ടെവർ. പക്ഷെ അതേ സമയത്ത് ഞാൻ സമ്മർ വെക്കേഷൻസ് കേരളത്തിലോട്ട് വരുമ്പോൾ ആ ഒരു സപ്രഷൻ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. ആൻഡ് ഐ ഡോണ്ട് നോ ഇറ്റ് ഇസ് ബിക്കോസ് എനിക്ക് നാടറിയാൻ മേലാത്ത കാരണം കുട്ടി പുറത്തോട്ട് പോകല് അതും ആകാം. ബട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റെ ഗ്രാൻഡ് പേരൻസും എൻ്റെ റിലേറ്റീവ്സും പറയാനു, ജീൻസ് ഇടണ്ട, കുർത്തയിട്, സൂട്ടിട്, അല്ലെങ്കിൽ ജീൻസ് ഇട്ടാൽ പിന്നെ എന്നോട് ഒരു ആൻറ്റി എന്നോട് പറഞ്ഞായിരുന്നു, നീ ജീൻസൊക്കെ ഇട്ട് നടന്നാൽ നീ തിരിച്ചു വരുമ്പോൾ നീ പോയി കിണറി ചാടും. because of the comments you will hear. And I didn't understand it. I was like, why? It's like, നീ കുളിക്കാൻ തോന്നും, നീ കേൾക്കണ സാധനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് കുട്ടി തിരിച്ചു വന്ന് കുളിക്കാൻ തോന്നും. That's how much they will, they'll disgrace you. ആൻഡ് പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതുവരെ കേരളത്തിൽ ആസ് ഫാർ എസ്
തോണ്ടിയിട്ടൊക്കെ ഉണ്ട് ആൾക്കാർ. that's a given in any woman's life. It's not okay, it is not normal, but it's unfortunate that it's something which happens, and it is not something which happens only in Kerala. It happens globally, it happens everywhere, probably worse in other places, but it happens. But other than that, there is ആ ഒരു എന്താ പറയണം, even though it's a matriarchal society ആകുമ്പോഴും ജീൻസ് ഇട്ട് പുറത്ത് പോകല്, ഭയങ്കര ഒച്ചയിൽ സംസാരിക്കരുത്, സ്ലീവ്ലെസ് ഒക്കെ ഒരു ചാൻസും ഇല്ലായിരുന്നു. അങ്ങനത്തെ തുണികൾ പാക്ക് പോലും ചെയ്യാൻ പറ്റും ചൂടത്ത് പോലും. സോ ആ ഒരു എപ്പോഴും ഉണ്ടായിരുന്നു, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഉണ്ടായിരുന്നു ദാറ്റ് യു കാൺ ഡു എ സർട്ടൻ അമൗണ്ട് ഓഫ് തിങ്സ്. ആൻഡ് ഞാനത് കമ്പയർ ചെയ്ത് എൻ്റെ കസിൻസിനെ നോക്കുമ്പോൾ മൈ ബോയ് കസിൻസ് വർ അലൗഡ് because they were boys. I was like, I'm allowed to do this in Bombay. It's not that I'm not capable of doing it. താഴെ പോയി കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ച് തിരിച്ചു വരാൻ എനിക്കറിയാം, ബോംബെയിലും എനിക്കറിയാം. വണ്ടിയുള്ള വഴിയിലാണ് എന്നെ വിടണം, ഇവിടെ വണ്ടി പോലും ഇല്ല. ആൻഡ് സ്റ്റിൽ ഐ വാസ് നോട്ട് അലൗഡ് ബിക്കോസ് ഐ വാസ് എ ഗേൾ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ. ആ ഒരു രജിസ്റ്റർ ചെയ്യണുണ്ടായിരുന്നു പണ്ട് തൊട്ട്, എനിക്ക് ഈ ഒരു സാധനം രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഓവർ ടൈം ഐ വാസ് ലൈക്ക് എനിക്ക് കേരളത്തോട്ട് പോകണ്ട, ബിക്കോസ് എനിക്ക് ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, ഒന്നും ചെയ്യാൻ പറ്റണില്ല ഇവിടെ. സോ ബട്ട് ദെൻ ലൈക്ക് ഓവർ ടൈം ഇൻ ജനറൽ യു ഓൾസോ നോ, യു സീ ദ വേ മെൻ ലുക്ക് അറ്റ് യു. ഒരു 6 മണി കഴിഞ്ഞ് ഇപ്പോൾ കൊച്ചി ഈസ് വെരി ഡിഫറെൻറ്റ് ആൻഡ് ഐ ലവ് ഇറ്റ്. ഇറ്റ്സ് അമേസിങ്. എവ്രി വൺസ് വെയറിങ് ഗ്രേറ്റ് ക്ലോത്ത്സ്, ദേ ലുക്ക് സോ ഗുഡ് ആൻഡ് എവ്രി വൺ സോ കോൺഫിഡൻറ്റ്. ഇറ്റ്സ് അമേസിങ് ടു സീ ഫൈനലി. And Kerala, Malayalis are very creative. We are smart people. So it is great to see that, you know, the Kerala kids are being able to be themselves after so long. But പണ്ടൊക്കെ I know that ഒരു 6 o'clock കഴിഞ്ഞ് പുറത്ത് പോയ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, പെണ്ണുങ്ങൾ ഒറ്റ പെൺകുട്ടിയില്ല വഴിയിൽ. And it gets scary after a point of time. It's like, what do you do? Even on a film set at that point, even though both CIA and Uncle are very good sets and I was very protected in all of them, there were barely any women. It was just me and 2-3 other people, and they were all men. And they were good men, not bad men. They were not bad people at any point. I was very comfortable. They took very good care of me. It's just that as a woman, after like 30-40 days of being surrounded by men, you get tired. Like, എവിടെന്തെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ടുപോവാ പ്ലീസ്, എനിക്കൊരു മനസ്സമാധാനം വേണം. സോ സംടൈംസ് ഒരു കൊറിയോഗ്രാഫർ, ഫീമെയിൽ കൊറിയോഗ്രാഫറൊക്കെ വരുമ്പോൾ ഞാൻ ഓടിച്ചാടിയ ബെസ്റ്റ് ഫ്രണ്ട്സായി ഞാൻ വാനിലൊക്കെ കേട്ട് ഞങ്ങൾ ഇങ്ങനെ 2 ദിവസം ഇനി ഒരുമിച്ചിരുന്നാൽ മതി. ബിക്കോസ് ഐ എം സോ എക്സൈറ്റഡ് ടു ഫൈൻഡ് എ വുമൻ. ബിക്കോസ് ദ ലാംഗ്വേജ് ഇസ് ഡിഫറെൻറ്റ് വെൻ യു ടോക്ക് ടു എ വുമൻ. When you're with a man, the language is different. There's nothing wrong about, oh, you're a man, so I don't like you. It's just a sense of comfort that you have. So automatically, because you're a woman, the way I'm speaking to you is so different. But when it's a man, there's a composure വേറെതാണ്. It's just that. It's just a sense of comfort. And ഒരു വർക്ക് സ്പേസിൽ കംഫർട്ട് ചിലപ്പോഴൊക്കെ കുറവാണ്. ഇറ്റ്സ് ജസ്റ്റ് ഒരു ലോങ്കർ പീരിയഡ് ഓഫ് ടൈമിൽ കുറച്ച് കംഫർട്ട് നിങ്ങൾ എക്സ്പെക്ട് പോലും അല്ല, ആവശ്യപ്പെടുന്നു ആ സമയത്ത് കുറച്ച് ഇനിയും കംഫർട്ട് വേണം. ആൻഡ് വെൻ യു ഹാവ് എ വുമൻ ഇറ്റ്സ് മോർ കംഫർട്ടബിൾ. സോ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ്. ആ ഡിസ്പാരിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും, the ratio of men and the ratio of women, and that itself ഒരു കോമൻട്രി ആണത് അവിടെ തന്നെ. ഇപ്പോൾ കാർത്തിക പറഞ്ഞ പോലെ സിനിമയ്ക്കുള്ളിലെ ഈ ഡിസ്പാരിറ്റി, ഒരു പ്രിവിലേജ് വ്യത്യാസം ശരിക്കും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ്. അതിനുവേണ്ടി കുറേ സ്ത്രീകൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം പറഞ്ഞ സംഭവം കുറച്ച് നാൾ മുന്നത്തെ ഒരു സെറ്റിനെ കുറിച്ചാണെങ്കിലും ഇതിന് സമാനമായ സെറ്റുകൾ ഇപ്പോഴും ഇവിടെ മലയാളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, സിനിമകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീകൾക്ക് സിനിമയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രാധാന്യം കുറവാണല്ലോ അതിൽ സൂചിപ്പിക്കുന്നത്. അപ്പം അത് ശരിക്കും ഇങ്ങനെയാണോ സെൻസ് ചെയ്തിട്ടുള്ളത്? തമിഴും ഹിന്ദിയിലും പെണ്ണുങ്ങളാണ് കൂടുതൽ സെറ്റിൽ, ബിക്കോസ് ദേ ആർ വെരി ഗുഡ് അറ്റ് മൾട്ടി ടാസ്കിങ് ആൻഡ് ദേ ഗെറ്റ് വെരി പേഴ്സണൽ അബൌട്ട് ദെയർ വർക്ക്. Most of and I've met directors who tell me that I like women on my set, and I was like, wow, it's like they get personal. For them, getting that thing done is our personal agenda ആയി മാറും ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ. Sometimes for a man to talk to a man becomes difficult because a ego clash ഒക്കെ ഉണ്ടാകും ആ സമയത്ത്. After a point of time you can't yell at a man. Like, okay, why didn't you do it? I don't want to do it. I tried. It didn't happen. And that's it. There's no moving. A woman cares. Because we are used to caring. We are used to putting ourselves into everything. So, and we bring that identity. We bring that. ഒരു 10 രൂപയ്ക്ക് വേണ്ടി 100 രൂപയുടെ ആക്ടിങ് ചെയ്യണ ആണ് നമ്മൾ എല്ലാവരും. So we bring that attitude to everything that we do.
So in Tamil and in Hindi, there are women everywhere, especially when it is art, costume, makeup, women everywhere. And even on direction team, they always end up having a woman, 2-3 women. It's very comforting as an actor when you walk in. It's very comforting to have them. എപ്പോഴാണ് ഇനി മലയാളത്തിലേക്ക്? Hopefully soon. This is the reason why I'm here. Because ആൾക്കാരുടെ എപ്പോഴും വിചാരം ഞാൻ അമേരിക്കയിൽ ഏതോ ഒരാളെ കെട്ടിപ്പോയിട്ടുണ്ടെന്നാണ്. CI ആണ് എൻ്റെ റിയൽ ലൈഫ് എന്നാണ് ആൾക്കാരുടെ വിചാരം. അല്ല, ഞാൻ കാർത്തികയാണ്, സാറാ മേരി കുര്യൻ അല്ല. But hopefully soon. It's been a while and I think I know Malayalam is making beautiful films and very lovely stories, and it's a very good time to come back home. And I think I want to come back home to my original family. I grew up watching Malayalam films. മലയാളം ഫിലിമിൻ്റെ ലോജിക്കാണ് കൂടുതൽ സെൻസിബിൾ ആയിട്ടും ആ സ്റ്റോറി നമുക്ക് ഫീൽ ചെയ്യണത്. നമ്മൾ ഹിന്ദി പാട്ടൊക്കെ കേട്ട് ഫിലിമൊക്കെ കണ്ടിട്ടുണ്ട്, ബട്ട് വി ഓൾ നോ ദ റിയാലിറ്റി, ദ ട്രൂത്ത് ഓഫ് തിങ്സ് റൈറ്റ് നൗ ഇസ് വെരി ഓബ്വിയസ്. സോ ഐ തിങ്ക് I want to be a part of what Kerala is giving today, and what Kerala is giving is good films and good stories and good prominence to characters and lives of people, and that is what cinema is for me. So that's what I want to be a part of. Okay. എന്തായാലും മലയാളത്തിൽ അടുത്ത തന്നെ ഒരു സിനിമയിൽ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you.